നമ്മളുടെ ചാനൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് അത് പല വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ബാറ്ററി ഹെൽത്തും ചാർജിങ്ങും റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ സീരീസ്. ഈ ഒരൊറ്റ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ഇത്രയധികം വീഡിയോസ് ചെയ്യാനുള്ള ഇതിൻ്റെ പ്രധാന മോട്ടീവ് അല്ലെങ്കിൽ ഇതിൻ്റെ പുറകിലുള്ള പ്രധാന ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. കാരണം നമ്മളുടെ ഈ ഒരു കമ്മ്യൂണിറ്റി, ആപ്പിൾ മലയാളം കമ്മ്യൂണിറ്റിയിൽ ഐഫോണിൻ്റെ ബാറ്ററി ഹെൽത്തിന് പല ആളുകളും പരിധിയിലധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്ന് കണ്ടപ്പോഴാണ് നമ്മൾ ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മളെ മെസ്സേജസിലും കമൻസിലും ഒക്കെ വന്ന കോമൺ ആയിട്ടുള്ള ഐഫോണിൻ്റെ ബാറ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതിനുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് മീ മെലൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതിൽ ഒന്നാമത്തതും വളരെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. അതായത് ഈ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചാൽ പിന്നീട് നിങ്ങൾക്ക് ഈ ബാറ്ററിനെ പറ്റി അധികം കൺസേൺ ഉണ്ടാകുന്ന കാര്യമില്ല. പലരും ഇപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് എന്തോ വലിയ സംഭവമാണ്. ഇത് കുറഞ്ഞാൽ നമ്മളുടെ ഐഫോൺ എന്തൊക്കെയോ സംഭവിക്കും. ഇത് കുറയാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് പലരുടെയും ദൗത്യം. ഇതിനു വേണ്ടിയാണ് പലരും ഐഫോൺ വാങ്ങുന്നതും ഐഫോൺ ഉപയോഗിക്കുന്നതും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിലവിലത്തെ സ്മാർട്ട് ഫോൺ മാർക്കറ്റിൽ ഇറങ്ങിയ ഏറ്റവും അവസാനം ഇറങ്ങിയ സാംസങ്ങിൻ്റെ S23 ആ ഫോൺ പോലും എടുത്തു നോക്കിയോ, ഇതിലെല്ലാം വന്നിരിക്കുന്ന ബാറ്ററി എന്ന് പറയുന്നത് ലിഥിയം അയോൺ ബാറ്ററിയാണ്. റീചാർജബിൾ ബാറ്ററീസ് ഒന്നും തന്നെ ആയുഷ്കാലം നിലനിൽക്കുന്ന ഒരു ബാറ്ററി അല്ല. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം നമ്മുടെ കാറിനകത്ത് വരുന്ന ബാറ്ററി, ഇതൊക്കെ നമുക്ക് റീചാർജബിൾ ബാറ്ററിയാണ്. അതായത് അതിനകത്ത് കെമിക്കൽസ് ഒക്കെ നമുക്ക് ഇപ്പം ഡ്രെയിൻ ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പരിധി വരെയും നമുക്ക് അതിൻ്റെ കെമിക്കൽസ് അല്ലെങ്കിൽ അതിലുപയോഗിക്കുന്ന ഫ്ലൂയിഡ്സ് നമുക്ക് റീപ്ലേസബിൾ ആണ്. നമ്മളുടെ ഇൻവേർട്ടറിൽ, നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻവേർട്ടറിൽ ഉപയോഗിക്കുന്ന ബാറ്ററീസ് ഇതും റീചാർജബിൾ ആണ്. നമുക്ക് അതിനകത്ത് അതിൻ്റെ ആസിഡ്സ് ഡ്രെയിൻ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് റീഫിൽ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അത് തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് ഈ പറഞ്ഞ നമ്മളുടെ ഐഫോണിൻ്റെയും അല്ലെങ്കിൽ ഈ സ്മാർട്ട് ഫോണിലും വന്നിരിക്കുന്ന ലിഥിയം അയോൺ ബാറ്ററിയിലും ഉള്ളൂ. ഇതും റീചാർജബിൾ ആണ്. പക്ഷേ നമ്മൾ ഇതിനകത്ത് സൾഫ്യൂരിക് ആസിഡ് നമ്മൾ ഒഴിക്കുന്നില്ല. അതിന് പകരമാണ് നമ്മൾ ഈ പറഞ്ഞ ചാർജ് ചെയ്യുന്നത്. അങ്ങനെ ചാർജ് ചെയ്യുമ്പോൾ ഇതിനകത്ത് അയോൺ പാർട്ടിക്കിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യും. അതിനെപ്പറ്റിയൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് കണ്ടാൽ മതി, ഇവിടെ ഞാൻ കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ പറഞ്ഞ സെയിം ലിഥിയം അയോൺ ബാറ്ററി തന്നെയാണ് സകല സ്മാർട്ട് ഫോണുകളിലും ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ്രോയിഡിൽ നമുക്ക് അതിനകത്ത് ബാറ്ററി ഹെൽത്തിനെ പ്രത്യേകമായിട്ട് റീഡ് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻ കൊടുത്തിട്ടില്ല. പക്ഷേ ഐഫോണിൽ അതിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ ഡിഫറൻസ്. ഇനി ഈ പറഞ്ഞ ബാറ്ററി ഹെൽത്തുമായിട്ട് ഡയറക്റ്റ് കണക്ഷനുള്ള മറ്റൊരു കാര്യമാണ് ബാറ്ററി സൈക്കിൾസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം iOS 15 റിലീസ് ചെയ്ത ടൈമിൽ നമ്മൾ ഈ ഒരു ബാറ്ററി സൈക്കിൾ നമ്മുടെ ഐഫോണിൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ കൗണ്ട് എടുക്കാൻ സാധിക്കും. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ, ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയി. കാരണം iOS 16 വന്നപ്പം ആപ്പിൾ അതിനകത്ത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി. അങ്ങനെ പെട്ടെന്ന് നമുക്കിപ്പം അത് സൈക്കിൾ കൗണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല. അപ്പം അതിലേക്ക് പോകുന്നതിന് മുന്നേ സൈക്കിൾ കൗണ്ട് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ഐഫോൺ ചാർജ് ചെയ്യാൻ ഇട്ടു, 100% വരെ ആക്കി. അതിനുശേഷം നമ്മളത് യൂസ് ചെയ്യാൻ തുടങ്ങി, 0%ലേക്ക് എത്തി. അവിടുന്ന് വീണ്ടും നമ്മൾ 0 to 100 ചാർജ് ചെയ്ത് കഴിയുമ്പം അപ്പോൾ 100 to 0 വരെ യൂസ് ചെയ്തു, 0 to വീണ്ടും 100 എത്തുന്ന ആ ഒരു സൈക്കിളിന് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ ബാറ്ററി സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി കൗണ്ട് എന്ന് പറയുന്നത് എത്ര തവണ ഈ ഒരു സൈക്കിൾസ് നമ്മൾ ചെയ്തു അല്ലെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്നതാണ് ഈ ഒരു സൈക്കിൾ കൗണ്ട്സ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും ഈ ഒരു 0 to 100 അല്ലെങ്കിൽ 100 to 0 എന്നുള്ളതിനെ മാത്രമല്ല നമ്മൾ ഒരു കൗണ്ടായിട്ട് എടുക്കുന്നത്. ചില ആളുകൾ ബാറ്ററി ചാർജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഐഫോൺ ചാർജ് ചെയ്യുന്നത് 90 വരെ ചാർജ് ചെയ്യും, അതിനുശേഷം അത് 30 വരെ യൂസ് ചെയ്യും. അതിനുശേഷം ഇവർ 100ലും 0ലും ഒന്നും എത്തിക്കത്തില്ല. അങ്ങനെ യൂസ് ചെയ്യുന്ന പല ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുമ്പോഴും അതൊരു കൗണ്ടായിട്ട് എടുക്കും. അതായത് 90 തൊട്ട് 30 വരെ യൂസ് ചെയ്തു, അതിനുശേഷം 30 വീണ്ടും 90 വരെ ചാർജ് ചെയ്തിട്ട് വീണ്ടും 30 വരെ എത്തേണ്ട, ഒരു 40 50 വരെ എത്തുമ്പോഴേ ആ ഒരു കൗണ്ട് ഹിറ്റ് ആവുന്നതാണ്. അപ്പം കൗണ്ട് 0 to 100 മാത്രമല്ല ഒരു കൗണ്ടായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്ന ഓരോ സൈക്കിൾസിനെയും കൗണ്ടായിട്ട് തന്നെ എടുക്കും. സോ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഇനി നമ്മളുടെ ഐഫോണിലെ ബാറ്ററിയുടെ സൈക്കിൾ കൗണ്ട് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അത് കണ്ടുപിടിക്കാം എന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അതിനുവേണ്ടി നമ്മൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിൽ പോയതിന് ശേഷം നമ്മുടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി അതിൽ പോവുക. അതിൽ ഏറ്റവും താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അനാലിറ്റിക്സ് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ പോയി കഴിയുമ്പോൾ നിങ്ങളുടെ അനാലിറ്റിക് ഡേറ്റ, അതായത് ഷെയർ ഐഫോൺ ആൻഡ് വാച്ച് അനാലിറ്റിക് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ മസ്റ്റായിട്ട് എനേബിൾ ചെയ്തിരിക്കണം. എനേബിൾ ചെയ്ത് മാത്രം പോരാ, നിങ്ങളുടെ ഫോണിൻ്റെ ഇത് ഡിസേബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് എനേബിൾ ചെയ്ത് 2 ദിവസമെങ്കിലും മിനിമം വെയിറ്റ് ചെയ്യണം. എങ്കിലേ ഉള്ളൂ ഈ പറഞ്ഞ ബാറ്ററി ഹെൽത്ത് അല്ലെങ്കിൽ ബാറ്ററി സൈക്കിൾ കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫയൽസ് അതിലേക്ക് വരത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഓഫ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനേബിൾ ചെയ്ത് 2 ദിവസമെങ്കിലും വെയിറ്റ് ചെയ്യുക. അല്ലാത്തവർ ഇത് ഓൾറെഡി എനേബിൾഡ് ആയവരുടെ അനാലിറ്റിക് ഡേറ്റയുടെ ഓപ്ഷനിലേക്ക് പോവുക. അതിൽ പോയതിന് ശേഷം അനാലിറ്റിക്സ് എന്ന് കാണാൻ സാധിക്കും. അതിൽ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ കറസ്പോണ്ടിങ് ഏറ്റവും അവസാനത്തെ ഡേറ്റ് താഴെ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാം. അനാലിറ്റിക്സ് 2006 എന്ന് പറഞ്ഞത്, അതായത് 6-ാം തീയതിത്തെ അനാലിറ്റിക് ഡേറ്റ റിപ്പോർട്ടാണ് ഈ കാണുന്നത്. അതിൻ്റെ ഏറ്റവും മുകളിൽ ഷെയർ ഓപ്ഷൻ ഉണ്ട്, അതിൽ ടാപ്പ് ചെയ്യുക.
ഇനി ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് ഒരു ചെറിയ ഷോർട്ട് കട്ടാണ്. ആ ഷോർട്ട് കട്ടിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടാകും. അതിൽ നിങ്ങൾ പോയിട്ട് ഈ ഒരു ബാറ്ററി സ്റ്റാറ്റ് എന്ന് പറയുന്ന ആ ഒരു ഫയൽ ടാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ഷോർട്ട് കട്ട് ടാപ്പ് ചെയ്യുക. അത് റൺ ആകുമ്പോൾ ഇങ്ങനെ വരും. ഇപ്പോൾ നമുക്ക് കാണാം നമ്മുടെ ബാറ്ററി സൈക്കിൾ എന്ന് പറയുന്നത് 153 ഇത് iPhone 14 Pro ആണ്. എടുത്തിട്ട് ഇപ്പം 6 മാസം ആകുന്നേ ഉള്ളൂ. നോർമലാണ്. ഞാൻ പറ്റുന്ന സമയങ്ങളിലെല്ലാം ചാർജ് ചെയ്യും. എസ്പെഷ്യലി ഞാൻ ഓവർനൈറ്റ് ചാർജിങ്ങിൻ്റെ ഒരു വലിയ ആളാണ്. ഇതിലെ മൂന്നാമത്തെ കാര്യം, നിങ്ങൾ യൂസ്ഡ് ഐഫോൺസ് എടുക്കാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇതുപോലെ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ മെസ്സേജസിലും കമൻസിലും ഞാൻ സ്ഥിരമായിട്ട് കാണുന്നൊരു കാര്യമാണ്. എസ്പെഷ്യലി നിങ്ങളൊരു 2 വർഷത്തിന് മുകളിലുള്ള ഐഫോണുകളൊക്കെയാണ് വാങ്ങുന്നതെങ്കിൽ, അതായത് iPhone 10, 10s, 11, 10R, iPhone 12, 12 Pro അങ്ങനെയൊക്കെ മോഡൽസാണ് നിങ്ങൾ വാങ്ങുന്നെങ്കിൽ, എസ്പെഷ്യലി ഗൾഫിൽ നിന്നുള്ള പീസുകളാണ് വാങ്ങുന്നെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പലരും മെൻഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ അവരൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഈ ഒരു യൂസ്ഡ് ഐഫോൺ വാങ്ങിയതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ബാറ്ററി ഡ്രെയിന് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ബാറ്ററി ഹെൽത്ത് വളരെ പെട്ടെന്നായിട്ട് ക്വിക്കായിട്ട് ഡ്രെയിൻ ചെയ്യും. അതായത് ഒരു ദിവസം തന്നെ 2-3% ബാറ്ററി ഹെൽത്ത് മാറുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് ഓരോ ദിവസം അല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഓരോ ആഴ്ചയും കൂടുമ്പോഴും ഇതുപോലെ ബാറ്ററി ഹെൽത്തിൻ്റെ കൗണ്ട് കുറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് ബൂസ്റ്റഡ് ബാറ്ററിയാണ് അതിൽ യൂസ് ചെയ്തേക്കുന്നത്. അപ്പം ബൂസ്റ്റഡ് ബാറ്ററി എന്ന് പറയുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം റീൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ്, നമ്മുടെ ചാനലിൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ആപ്പിൾ മലയാളം ഒഫീഷ്യൽ എന്നാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവിടെ പോയാൽ നിങ്ങൾക്ക് ഈ ഒരു ബാറ്ററി ഞാൻ ഫസ്റ്റ് പേജിൽ തന്നെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിന് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾ ഒരു യൂസ്ഡ് ഐഫോൺ വാങ്ങി ഇതുപോലെ പെട്ടെന്ന് ബാറ്ററി ഹെൽത്ത് കുറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ബൂസ്റ്റഡ് ബാറ്ററിയാണ്. ആൻഡ് ഇതിലെ ഏറ്റവും അവസാനത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഐഫോണിൻ്റെ ബാറ്ററി ഹെൽത്ത് എപ്പോഴാകുമ്പം അല്ലെങ്കിൽ എത്രയാകുമ്പം നമ്മുടെ ഐഫോണിൻ്റെ ബാറ്ററി റീപ്ലേസ് ചെയ്യണം. ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് ടൈമിംഗ് എന്ന് പറഞ്ഞ് ആപ്പിളിൻ്റെ സൈഡിൽ കൊടുത്തേക്കുന്നത് 80%. അതായത് നിങ്ങളുടെ ബാറ്ററി ഹെൽത്ത് 80% ആകുമ്പോൾ ബാറ്ററി റീപ്ലേസ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് ആപ്പിളിൻ്റെ സൈഡിൽ കൊടുത്തേക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ ഇത്ര നാളുള്ള എക്സ്പീരിയൻസിൽ ഞാൻ പറയാം, നമുക്കൊരു 75-72%, 75% ഒക്കെ ആകുമ്പോൾ നമുക്ക് ആ ഒരു പീക്ക് പെർഫോമൻസിൽ ഉണ്ടാകുന്ന ഡിഗ്രഡേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. ബാറ്ററിയുടെ ഓവറോൾ ബാറ്ററി ബാക്കപ്പിലെ അത് അഫക്റ്റ് ചെയ്യും. അങ്ങനെയൊക്കെ വരുന്ന ആ ടൈം ഉണ്ടല്ലോ, അത് വരുന്നത് ആക്ച്വലി ഒരു 75-72% എത്തുമ്പോഴാണ്. അപ്പോൾ ആ ഒരു ടൈമിങ്ങിലാണ് നമ്മുടെ ബാറ്ററി റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ അതിന് മുന്നേ ഒന്നും റീപ്ലേസ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. അതുവരെ നമ്മുടെ ഫോൺ ബാറ്ററി അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ ഈ ഒരു ബാറ്ററി കപ്പാസിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പൊക്കോളും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒറിജിനൽ ബാറ്ററി, ഐഫോണിൻ്റെ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഒറിജിനൽ ബാറ്ററി എപ്പോഴും നിങ്ങൾക്ക് ആപ്പിളിൻ്റെ ഓതറൈസ് സർവീസ് സെൻറ്ററിലേ ലഭിക്കത്തുള്ളൂ. അല്ലാതെ ഈ തേർഡ് പാർട്ടി ഷോപ്പുകൾ അല്ലെങ്കിൽ വലിയ ഷോപ്പുകളിൽ ലഭിക്കുന്ന ബാറ്ററി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഫുൾ സെൽ ബാറ്ററി ആവാം, അല്ലെങ്കിൽ ഹാഫ് സെൽ ബാറ്ററി ആവാം. അതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കും. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി നമ്മൾ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. ക്യാച്ച് യു ഗൈസ് നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ പീസ്.